രാവിലെ ഒരു പാത്രവുമായി റൂമിലേക്ക് കയറി വരുന്ന അഞ്ജുവിനെ കണ്ട് ദീപക് ചിരിച്ചു. അവന് അരികിലായിരുന്നു. അമ്മ എവിടെ അഞ്ജു? അമ്മ മാർക്കറ്റിൽ പോയി. ആണോ? എന്നാ ഒരു സ്പൂൺ എടുത്തിട്ട് വാ, ഉപ്പുമാവല്ലേ, കോരി കഴിക്കാം. ദീപ് പറയുമ്പോൾ അവളുടെ മുഖം ഒന്ന് ചുരുങ്ങി. അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി. അതെന്താ, അമ്മ വാരി തന്നാലേ കഴിക്കൂ, ഞാൻ തന്നാൽ കഴിക്കില്ലേ? കടുപ്പത്തിൽ ചോദിച്ചു. ദീപകിൻ്റെ ചുണ്ടിൽ ചിരി പൊട്ടി. ദേഷ്യം വരുന്നുണ്ടോ അഞ്ജു? ഹാ, വരുന്നുണ്ട്. എൻ്റെ അഞ്ജു, നീ വാരിത്താ, കഴിക്കാം, എനിക്കിഷ്ടാ. പക്ഷേ അമ്മ വാരി തരുമ്പോൾ വാത്സല്യം തരും. നീ എന്താ തരിക? അവൻ്റെ കണ്ണുകൾ അവളിലൂടെ ഒന്ന് ഓടി നടന്നു. അത് ഞാൻ എന്താ തരേണ്ടേ? ഒരു പിടി ഉപ്പുമാവ് കയ്യിലേക്കെടുത്ത് അവന് നേരെ നീട്ടി. പ്രണയം, അത് മാത്രം തന്നാ മതി. അഞ്ജലി ചിരിയോടെ തലകുലുക്കി. നാവിനാൽ അവളുടെ വിരലിനെ തഴുകുമ്പോൾ വിറയലോടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. ഓരോ ഉരുളകളായി വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കുറുമ്പ് കൂടി. ദീപു ചിരിയോടെ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. ഈ വിളി ഒന്ന് മാറ്റടി. ഇപ്പോഴും ആദർശിന് ശേഷമാണോ എൻ്റെ സ്ഥാനം? വേദനയോടെ ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരം ഇടറി. പാത്രം ടേബിളിലേക്ക് വെച്ച് അവൾ തല താഴ്ത്തിയിരുന്നു. അഞ്ജലി, സോറിടാ. താഴ്ന്ന മുഖം ഇടത് കൈയിലെ ചൂണ്ട് വിരലിനാൽ ഉയർത്തുമ്പോൾ വിതുമ്പലോടെ ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനാ സോറി പറയേണ്ടത്. ഞാനല്ലേ തെറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ മനസ്സിൽ മറ്റൊന്നുമില്ലടാ. സത്യ, നീയും നമ്മുടെ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ദീപു ചിരിയോടെ ചുണ്ട് കടിച്ചു പിടിച്ചു. എന്താ, വിശ്വാസം വന്നില്ലേ ദീപു? അവൻ പതിയെ എഴുന്നേറ്റു. അവളുടെ മടിത്തട്ടിൽ തല വെച്ച് കിടന്നു. ആ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. വിശ്വാസ, അതന്നും ഇന്നും അത്രയ്ക്കും എനിക്ക് ഈ അഞ്ജുവിനെ ഇഷ്ടമാണ്. അവൾ ചിരിച്ചു. ദീപുവിൻ്റെ തലമുടിയിൽ വിരൽ കടത്തി കൊരുത്തു പിടിച്ചു. ഞാൻ എൻ്റെ വാവയോട് ഒന്ന് സംസാരിച്ചോട്ടെ അഞ്ജു? പ്രണയാർദ്രമായ സ്വരം. അവൾ മൗനമായി. ആദ്യമായി ചോദിക്കുവാൻ ഞാൻ. ഒന്ന് കാണാൻ, ചുംബിക്കാൻ കൊതിയുണ്ട്. നീ ഉറങ്ങുമ്പോൾ എനിക്ക് ആകാമായിരുന്നു, പക്ഷേ അത് ശരിയല്ലല്ലോ. അഞ്ജുവിൻ്റെ ചിരിച്ച മുഖം. ചെക്കൻ്റെ മുഖം വിടർന്നു. സമ്മതാണോ? ആകാംക്ഷയിൽ ചോദിച്ചു. അഞ്ജലി അവൻ്റെ തലയിൽ അമർത്തി പിടിച്ചു. വാവേ, അച്ഛയാ. സന്തോഷത്തോടെ ഉറക്കെ പറയുമ്പോൾ ആ മുഖത്തെ തിളക്കം. ദീപു തല ഉയർത്തി അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. അവളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നിയ നിമിഷം. വാവേ, അച്ഛയുടെ ആദ്യ ചുംബനാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് തരാട്ടോ. വിടർന്ന കണ്ണുകൾ മുറുകെ അടച്ച് ആ നിമിഷത്തെ അവൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. കുറുമ്പോടെ വീണ്ടും അവളെ പ്രണയത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്തി. ദീപോട്ടാ, പതിഞ്ഞ സ്വരം. അവൻ ചിരിയോടെ ചാടി എഴുന്നേറ്റു. ആ, എന്താ, എന്തു പറ്റി? വേദനയോടെ ഒടിഞ്ഞ കൈയിൽ അമർത്തി പിടിക്കുന്നവനെ നോക്കി വെപ്രാളത്തിൽ ചോദിച്ചു. സന്തോഷം കൊണ്ട് കൈ ഒടിഞ്ഞു എന്ന് മറന്നു. ചെറുതായൊന്ന് തട്ടി. അവൾ രൂക്ഷമായി ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുകൂടി വിളിക്കു പെണ്ണെ. അവൻ്റെ നേർത്ത സ്വരം ശരീരമാകെ പടർന്ന് കയറിയ നിമിഷം അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവന് മുന്നിലായി നിന്നു. ആ മുഖം ഇരു കൈയിലും വാരിയെടുക്കുമ്പോൾ സംശയത്തോടെ ദീപുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ദീപു ഏട്ടാ, പ്രണയത്തോടെ വിളിച്ചു. അവൻ കണ്ണുകൾ മുറുകെ അടച്ച നിമിഷം കവിൾത്തടത്തിൽ പെണ്ണിൻ്റെ ചുണ്ടിൻ്റെ മാർദ്ദവം ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൾ അകന്നു മാറുമ്പോൾ മായിക ലോകത്ത് അകപ്പെട്ടതുപോലെ കണ്ണുകൾ മിഴിഞ്ഞു. ദീപു ഏട്ടാ, ഉറക്കെ ചിരിച്ച് അവൾ വിളിച്ചു. ഡോർ ഭാഗത്തേക്ക് നടന്നു. അഞ്ജു, പ്ലീസ് പെണ്ണെ, പോകല്ലേ പ്ലീസ്. ദയനീയമായ സ്വരം. അവൾ ചിരിയോടെ തിരിഞ്ഞു നിന്നു. ഒന്ന് വാ എൻ്റെ അരികിൽ കുറച്ചു നേരം. അവൻ്റെ ഭാവമാറ്റം. അവൾ തലകുലുക്കി. എൻ്റെ അഞ്ജുവല്ലേ? ചിണുങ്ങളോടെ സംസാരിക്കുന്നവനെ അരികിലേക്ക് നടന്നു. ബെഡിലേക്ക് ചരിഞ്ഞു കിടക്കുമ്പോൾ ദീപുവിൻ്റെ മുഖത്തെ കുറുമ്പ് നിറഞ്ഞ ചിരി. എന്താ? കടുപ്പത്തിൽ ചോദിക്കുന്നവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. കുറച്ചു നേരം പ്ലീസ്. അവൻ അരികിലായി ചേർന്ന് കിടന്നു. എന്തൊരു ചൂടാ! സാരി തലപ്പാൽ കഴുത്തിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളിയെ അമർത്തി തുടച്ച് രമ അകത്തേക്ക് കയറി. സഞ്ചിയിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്തു. ചുറ്റിനും നോക്കി. ആപ്പിളാ മോൾക്ക്? ആളെവിടെ രാജേട്ടാ? പതിയെ ചോദിച്ചു. അയാൾ ചിരിയോടെ ദീപുവിൻ്റെ റൂമിന് നേർക്ക് കണ്ണ് കാട്ടി. ഉപ്പുമാവ് കൊണ്ട് കയറി പോകുന്നത് കണ്ടു, പിന്നെ ഞാൻ കണ്ടില്ല. ഇനി ചെക്കൻ കൈ ഒടിഞ്ഞിരിക്കുവാണ് എന്ന് മറന്നു പോകാതിരുന്നാൽ മതി. അയ്യേ, ഈ മനുഷ്യൻ! രമ ചമ്മലോടെ അയാളുടെ തോളിൽ തട്ടി. എന്തായാലും അപകടം സംഭവിച്ചത് ഒരു കണക്കിന് നന്നായി. ഇനിയെങ്കിലും മക്കൾ സന്തോഷത്തോടെ ജീവിക്കണം. രാജൻ പറയുമ്പോൾ അടുക്കളയിലേക്ക് നടന്ന രമ ഒന്ന് നിന്നു. ആ മുകുന്ദൻ ഒരു പ്രശ്നവും കൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ കുഞ്ഞിനോട് അയാൾക്ക് ദേഷ്യമുണ്ട്. ദൈവമേ കാത്തോളിനെ.
നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ റോഡിന് ചേർന്ന് ഒരു ഓട്ടോ നിർത്തി. അത് ആരാ രമേ? ഇങ്ങോട്ടേക്കാണ് എന്ന് തോന്നുന്നു. മുൻപ് കണ്ട് പരിചയമില്ല. രാജൻ പുറത്തേക്ക് നോക്കി പറഞ്ഞു. അമല മുറ്റത്തേക്ക് കയറി. ശരിയാ രാജേട്ടാ, ഞാനും കണ്ടിട്ടില്ല. ഇത്തിരി കാശൊക്കെയുള്ള കൂട്ടത്തിലാണ്. സാരിയും സ്വർണവും കണ്ടില്ലേ? അമലയെ ഒന്നാകെ ഒഴിഞ്ഞു നോക്കി രമ പറയുമ്പോൾ രാജൻ ചിരിച്ചു. കുശുമ്പ്. പോ മനുഷ്യ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ദീപകിൻ്റെ വീടല്ലേ? പടിക്കെട്ടിന് താഴെ നിന്ന് അമല ചോദിച്ചു. അതെ, മോനെ എങ്ങനെ അറിയാം? രമ പുറത്തേക്കിറങ്ങി. ഞാൻ അഞ്ജലിയുടെ അമ്മയാ, ദയനീയമായി പറഞ്ഞ് രമയും രാജനെയും മാറി മാറി നോക്കി. മോളെയും മോനെയും ഒന്ന് കാണാനാ. കുഞ്ഞിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞു. മുകുന്ദേട്ടൻ വീട്ടിലില്ലാത്ത തക്കം നോക്കി ഇറങ്ങിയതാ. ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോയിക്കോളാം. വേദനയോടെ പറയുമ്പോൾ രമ അവരുടെ കയ്യിൽ പിടിച്ചു. വാ, അകത്തിരിക്കാം. രമയും അമലയും അകത്തേക്ക് കയറി. രാജൻ ആലോചനയോടെ നിന്നു. ഈശ്വര, ഇവരിവിടെ വന്നത് ആ കാലനറിഞ്ഞാൽ തീർന്നു. അയാൾ നെഞ്ചുഴിഞ്ഞു. പതിയെ അവർക്ക് പിന്നാലെ നടന്നു. ദേ ദീപുവേട്ടാ, അടി മേടിക്കും കേട്ടോ. അവൻ്റെ ഇടം കൈയിൽ അമർത്തി പിടിച്ച് കടുപ്പത്തിൽ പറഞ്ഞു. ഞാൻ എൻ്റെ പൊന്നു മോളെയാ തൊട്ടത്, അതിന് നിനക്കെന്താ? അഞ്ജലി ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. എന്താടി, നമ്മുടെ വാവയ്ക്ക് ഇഷ്ടാകുന്നില്ലേ? സംശയത്തിൽ ചോദിക്കുമ്പോൾ അവൻ്റെ കൈക്ക് മേലെ അവൾ കൈവച്ചു. മോളാണെന്ന് ദീപുവേട്ടന് എന്താ ഇത്ര ഉറപ്പ്? മോനായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, സന്തോഷം മാത്രം. ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഈ സ്നേഹം എനിക്കൊന്നും വേണം അഞ്ജു. പ്രണയത്തോടെ അവനെ നോക്കി കിടന്നു. മോളെ അഞ്ജു. വാതിലിൽ തട്ടി രമ വിളിച്ചു. ഷോ, ഈ അമ്മ സമ്മതിക്കില്ല. ഒരു വിധത്തിൽ മെരിഞ്ഞു വരുക. അതിനിടയ്ക്ക് ദീപു ദേഷ്യത്തിൽ പറയുമ്പോൾ അഞ്ജലി ചിരിയോടെ എഴുന്നേറ്റു. മെരുക്കിയെടുക്കാൻ ഇതെന്താ? പശുവോ പട്ടിയോ പൂച്ചയാണോ? അവളിൽ കുസൃതി ചിരി. ആണ്. ദീപു. വീണ്ടും അമ്മയുടെ ശബ്ദമുയർന്നു. അഞ്ജലി ഡോർ ഭാഗത്തേക്ക് നടന്നു. ലോക്ക് മാറ്റി തിരിഞ്ഞ് ദീപുവിനെ നോക്കി. അവൻ ചുണ്ട് കൂർപ്പിച്ചു. അവൾ തല കുലുക്കി ചിരിച്ചു. ഡോറ് തുറക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ആളിനെ കണ്ട് കണ്ണുകൾ വിടർന്നു. മോള് ഉറക്കായിരുന്നോ? രമ ചോദിച്ചു. ഹാ, ചെറിയൊരു തലവേദന, അങ്ങനെ കിടന്നു, ഉറങ്ങിപ്പോയി. വിക്കലോടെ പറഞ്ഞ് അമ്മയെ നോക്കി. അവർ അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. മോനെവിടെ? ഞാൻ കണ്ടിട്ടില്ല. അമല രമയെ നോക്കി. ആരാ അഞ്ജു, നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ദീപുവിൻ്റെ ഉറക്കെയുള്ള സ്വരം. അവൾ ഡോർ ഭാഗത്തു നിന്ന് കുറച്ച് മാറി നിന്നു. രമയും അമലയും റൂമിനുള്ളിലേക്ക് കയറി. അമലയെ കണ്ടതും ദീപുവിൻ്റെ കണ്ണുകൾ അഞ്ജലിക്ക് നേരെ പാഞ്ഞു ചെന്നു. ആൻറ്റി. അവൻ ചിരിയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. മോനെ, ഇത് എനിക്കറിയാം അമ്മ, അഞ്ജലിയുടെ അമ്മ. ഞാൻ ആൻറ്റിയെ കണ്ടിട്ടുണ്ട്. ഹാ, എന്നാൽ നിങ്ങൾ സംസാരിക്ക്, ഞാൻ കുടിക്കാൻ മോരും വെള്ളം എടുക്കാം. രമ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. പിന്നാലെ അഞ്ജുവും. അമ്മയ്ക്ക് അഞ്ജുവിനോട് ദേഷ്യമാണോ? പെട്ടെന്ന് ദീപക് ചോദിച്ചു. ഏയ് ഇല്ല മോനെ, എന്തിനാ ദേഷ്യം? അവൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം മോനെ സ്നേഹിച്ചു എന്നതാ. അയാളുടെ ചിറകിൻ കീഴിൽ നിന്ന് മാറിയപ്പോൾ എൻ്റെ കുട്ടിയുടെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. വിശേഷങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഒരു കപ്പിൽ സംഭാരവുമായി അഞ്ജലി കയറി വന്നു. കപ്പ് അമലയ്ക്ക് മുന്നിലേക്ക് നീട്ടി. അവളുടെ മുഖത്തേക്ക് നോക്കാതെ വെള്ളം വാങ്ങി കുടിക്കുമ്പോൾ തന്നിൽ മാത്രം നോട്ടം ഉറപ്പിച്ചു നിൽക്കുന്ന മകൾ. വേദനയോടെ ആ മാതൃഹൃദയം ഒന്ന് തേങ്ങി. ശരി മോനെ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അവർ പുറത്തേക്ക് നടക്കുമ്പോൾ സങ്കടത്തോടെ ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മയാണ്. നീ ഇപ്പോൾ ചുമക്കും പോലെ നിന്നെയും വയറ്റിൽ പേറി നടന്നവരാണ്. ഒന്ന് തോറ്റുകൊടുക്കാം. ദീപുവിൻ്റെ സ്വരം. അവൾ വിതുമ്പലോടെ നിന്നു. ചെല്ല്, അമ്മാന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവളുടെ കയ്യിൽ അമർത്തി പിടിച്ച് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല ദീപുവേട്ടാ. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാം തോന്നല. ജനിക്കാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അമ്മയായി നിന്റെ മുന്നിൽ നിന്ന് ക്ഷമ ചോദിച്ച് കരഞ്ഞാൽ നീ എന്ത് ചെയ്യും? അത് തന്നെയാവും ആൻറ്റിയും ചെയ്യുക. ദീപു. ഒന്നുമില്ല, ചെല്ല്, എൻ്റെ അഞ്ജലിയല്ലേ. അവൻ പറയുമ്പോൾ തല കുലുക്കി കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്ക് നടന്നു. ശരിയെന്നാ ഞാൻ ഇറങ്ങട്ടെ. വേദനയോടെ അവർ ഉമ്മറത്തേക്ക് ഇറങ്ങി. അമ്മ. മകളുടെ സ്വരം. ആദ്യമായി കേൾക്കും പോലെ വീണ്ടും ആ വിളിക്കായി ചെവി രണ്ടും കൂർത്തു. അമ്മ. മുന്നിൽ വന്നു നിൽക്കുന്ന മകൾ. അമലയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കരുതി എൻ്റെ മോള് ഈ അമ്മയെ മറന്നു കാണുന്നു. സന്തോഷം മറന്നില്ലല്ലോ.
അവളുടെ കവിളിലും മുഖത്തും വിരലൊടിച്ചു. സുഖമല്ലേ മോൾക്ക്? അമ്മയ്ക്ക് സുഖാണോ? അറിവ് വെച്ച കാലത്തിന് ശേഷം അവൾ ചോദിക്കുന്നത്. അമല ചുണ്ട് കടിച്ചു പിടിച്ചു. സുഖം, പരമസുഖം. കുഞ്ഞുവാവയെ നോക്കിക്കൊള്ളണം, ആഹാരം സമയത്തിന് കഴിക്കണം. വാത്സല്യത്തോടെ ആ കുഞ്ഞു വയറ്റിൽ തഴുകി. അമ്മ പോട്ടെ, ഇടയ്ക്ക് വരാം. അഞ്ജലിയെ തന്നിലേക്ക് അമർത്തി പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. സന്തോഷമായിരിക്കാൻ പണം വേണമെന്നില്ല, ചുറ്റിനും നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടായാൽ മതി. ആ കാര്യത്തിൽ എൻ്റെ മോള് ഭാഗ്യവതിയാ. കവളിൽ തട്ടി ചിരിയോടെ ആ അമ്മ നടന്നകന്നു. ഈവനിങ് ആദർശിൻ്റെ ബുള്ളറ്റ് വീട്ടിന് മുന്നിൽ നിൽക്കുന്ന ശബ്ദം. കിച്ചണിൽ നിന്നവൾ പുറത്തേക്ക് ഓടിയിറങ്ങി. മെയിൻ ഡോറ് തുറന്നു. നാച്ചൂട്ടാ, അവൾ ചിരിച്ചു. പപ്പ ഇവിടെ ഇല്ലേ നാച്ചു? ഒഴിഞ്ഞു കിടക്കുന്ന കാർ പോർച്ചിലേക്ക് നോക്കി ചോദിച്ചു. ഓഫീസിൽ മുകുന്ദനങ്ങൾ ലീവാണ്. പിന്നെ ആരോ വിളിച്ചു, അങ്ങനെ അച്ഛൻ രാവിലെ തന്നെ പോയി. ഓഹോ, അപ്പോ എൻ്റെ കൊച്ചിവിടെ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അവളെന്ന് മൂളി. നല്ല മണം വരുന്നുണ്ടല്ലോ നാച്ചൂട്ടാ. പലഹാരത്തിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോൾ ചോദിച്ചു. ആദ്യേട്ടൻ ഫ്രഷായിട്ട് വാ, അപ്പോഴേക്കും കോഫി ഇടാം. ഓക്കെ. തിരിഞ്ഞു നടന്ന നക്ഷത്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ആദ്യേട്ടാ, അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് വിളിച്ചു. ആദർശ് തല താഴ്ത്തി നോക്കി. എൻ്റെ നാച്ചൂട്ടാ, ഞാൻ പാവാണ്, ഇത്തിരി മനസാക്ഷി ഇല്ലേടി? നക്ഷത്ര ചിരിയോടെ തല ഉയർത്തി. ആര്? ഈ ആദർശാണോ പാവം? ഉറങ്ങുമ്പോഴായിരിക്കും. പെണ്ണിൻ്റെ കവിൾത്തടങ്ങൾ വീർത്തു. എൻ്റെ നാച്ചൂട്ടാ, അത് ശരിയാ, ഉറങ്ങുമ്പോൾ ആദ്യേട്ടൻ പാവമാണ് കേട്ടോ. പതിയെ പതിയെ മനസ്സിലാകും. മേൽമീശയിൽ കടിച്ചു പിടിച്ച് അവൻ പറയുമ്പോൾ സംശയത്തോടെ കണ്ണുകൾ കൂർത്തു. മനസ്സിലായില്ലല്ലോ ആദ്യേട്ടാ, ഉറങ്ങുമ്പോൾ എല്ലാവരും പാവമല്ലേ? ആദർശ് ഉറക്കെ ചിരിച്ചു. എൻ്റെ വാരിരുട്ടിയെ, ഇതെല്ലാം ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞുതരും? സമയം പോലെ പഠിപ്പിച്ചു തരാൻ കേട്ടോ. ചുണ്ടിൽ അവൻ്റെ നോട്ടമുറയ്ക്കുമ്പോൾ ഇരുകൈയും വെച്ചും പൊതിഞ്ഞു പിടിച്ചു. എരിവ് വലിച്ചുകൊണ്ട് ആദർശിനെ രൂക്ഷമായി നോക്കി. എനിക്ക് ഈ ഉന്തി നിൽക്കുന്ന കവിൾ വലിയ ഇഷ്ടമാണ് നാച്ചൂട്ടാ. വേദനിച്ചു. കവിളിൽ അമർത്തി പിടിച്ച് നക്ഷത്ര പറഞ്ഞു. ഓ സോറി, ചെറിയ വേദനയല്ലേ, പതിയെ മാറും. ഇല്ലേൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അയ്യോ വേണ്ട, എന്തു പറയും, പട്ടി കടിച്ചെന്നോ? ഉറക്കെ ചോദിച്ച് നക്ഷത്ര കിച്ചൺ ഭാഗത്തേക്ക് ഓടി. ഞാൻ വരും കേട്ടോടി, ശരിയാക്കി തരാം. ആ, എന്നാൽ പഴംപൊരി തരില്ല, നല്ല കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഞാനും അച്ഛനും കഴിച്ചോളാം. ഓ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ മോഷ്ടിച്ച് കഴിക്കും. കാണണോ നിനക്ക്? അയ്യോ വേണ്ടായേ. നക്ഷത്രയുടെ കളിച്ചിരികൾ, ഉറക്കെയുള്ള സംസാരം. അവൾ നിറഞ്ഞ മനസ്സോടെ സ്റ്റെപ്പുകൾ ഓടിക്കയറി. ഫ്രഷായി താഴേക്ക് വരുമ്പോൾ സെറ്റിയിൽ ചാരി കണ്ണുകൾ മുറുകെ അടച്ച് കിടക്കുന്ന പപ്പയെ കണ്ട് ആദർശ് സംശയത്തോടെ നിന്നു. കിച്ചണിൽ നിന്ന് 3 കപ്പിൽ ചായയും പലഹാരവുമായി നക്ഷത്ര പുറത്തേക്ക് വന്നു. നാച്ചു, പപ്പ വന്നിട്ട് ഒരുപാട് നേരമായോ? ഹാ, ആദ്യേട്ടൻ മേലേക്ക് കയറിപ്പോയില്ലേ? അപ്പ വന്നതാ. വന്നപ്പോഴേ ഈ ഇരിപ്പാ, ഒന്നും മിണ്ടിയതുമില്ല. പതിയെ അവൾ പറയുമ്പോൾ ആദർശ് പപ്പയ്ക്ക് അരികിലായിരുന്നു. പപ്പ എന്താ, എന്തു പറ്റി? അയാൾ കണ്ണുകൾ തുറന്ന് ദേഷ്യത്തോടെ മകനെ നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, കോളേജ് കഴിഞ്ഞ് ഈ ഊര് തണ്ടി നടക്കുന്ന സമയം ആ ഓഫീസ് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ? കടുപ്പിച്ച് ചോദിച്ചു. അതിനുവേണ്ടി ഓഫീസിൽ എന്താ പ്രശ്നം? ആദർശ് സമാധാനത്തിൽ പപ്പയുടെ കയ്യിൽ പിടിച്ചു. അക്കൗണ്ട്സിൽ ഹ്യൂജ് എമൗണ്ട് തിരിമറി നടന്നിട്ടുണ്ട്. ലോഡ് ഇറക്കുന്നത് കറക്റ്റാണ്, പക്ഷെ ഗോഡൗണിൽ സാധനമില്ല. എവിടെ പോകുന്നു? എങ്ങനെ? ആര്? അയാൾ ദേഷ്യത്തോടെ സെറ്റിയിൽ അമർത്തി പിടിച്ചു. പപ്പ ഒന്ന് സമാധാനിക്ക്, ആളാരാണ് എന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കറിയാം. ആദർശ് പറയുമ്പോൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആര്? പറയാം പപ്പ, ആദ്യം കോഫി കുടിക്ക്. എൻ്റെ പെണ്ണ് അച്ഛന് വേണ്ടി ഉണ്ടാക്കി വെച്ച പലഹാരമുണ്ട്. ആദി, അയാൾ കടുപ്പത്തിൽ വിളിക്കുമ്പോൾ ആദർശ് നക്ഷത്രയ്ക്ക് നേരെ കണ്ണ് കാട്ടി. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ചിരിയോടെ നക്ഷത്രയെ നോക്കി. 1 കപ്പ് കോഫിയും 1 പഴംപൊരിയും കയ്യിലേക്ക് എടുത്തു. സൂപ്പർ, ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാലോ നാച്ചു? പഴംപൊരി ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ആദർശ് ചോദിച്ചു. ഒന്നും വേണ്ട, മോള് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കട്ടെ, നിനക്കൊപ്പം നാച്ചു നിൽക്കും. പപ്പ അവളുടെ മുഖത്തേക്ക് നോക്കി. സമ്മതമല്ലേ മോൾക്ക്? സ്നേഹത്തോടെയുള്ള ചോദ്യം. ആ സമ്മത, സന്തോഷത്തോടെ നക്ഷത്ര പറയുമ്പോൾ ആദർശ് അവളെ നോക്കി കണ്ണുരുട്ടി. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലേ? വെച്ചിട്ടുണ്ടടി നിനക്ക്?
ചുണ്ടിനടിയിലിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനോട് പറയും. ബീറോടെ അവളും പറയുമ്പോൾ അവൻ തല കുലുക്കി.